അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അർഷാദ്. പെരുവണ്ണാണ് സ്ഥലം. എനിക്ക് ചോദിക്കാനുള്ളത്, മഹാത്മാക്കളായ അൻബിയാക്കന്മാർക്കും ഔലിയാക്കന്മാർക്കും അവരുദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ മുഅ്ജിസത്തും കറാമത്തും വെളിപ്പെടുത്താൻ സാധിക്കുമോ എന്നാണ്. നേരത്തെ ആ സഹോദരൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ഉപാധി വെക്കലൊക്കെ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണെന്ന് പറഞ്ഞു. പിന്നെ സംശയം തീരുവോളമാണ് ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. തീർന്നാ നിർത്തണമല്ലോ, തീരുന്ന രൂപത്തിൽ പറഞ്ഞു. പക്ഷെ മർക്കടമുഷ്ടി തീരുവോളം എന്ന ഉപാധിയിലും ഇല്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മുഅ്ജിസത്ത് കറാമത്ത്, ആ മുഅ്ജിസത്തല്ല പറഞ്ഞത് അല്ലേ? അസാധാരണ സംഭവങ്ങൾ അമ്പിയാക്കൾക്ക് അവർ ഉദ്ദേശിക്കുമ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം അല്ലേ? ചോദ്യം വളരെ സ്പഷ്ടമാണ്, മറുപടി അതിലും സ്പഷ്ടമാണ്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അശക്തിയിലാക്കുക, അഥവാ അമ്പിയാക്കൾക്ക് അല്ലാഹു തആല അമാനുഷികമായ കഴിവ് വെല്ലുവിളിയോടെ സ്വരത്തിൽ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിൽ കൊടുക്കുന്നതിനാണ് മുഅ്ജിസത്ത് എന്ന് പറയാം. അപ്പൊ അത് മുഅ്ജിസത്താവണമെങ്കിൽ അവർ ഉദ്ദേശിക്കുമ്പോൾ പ്രകടിപ്പിക്കാൻ കഴിയണം. അപ്പോഴേ ആ വെല്ലുവിളിക്ക്, ആ തഹദ്ദി വെല്ലുവിളിക്ക് സ്ഥാനം ഉള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവര് പറയാറുള്ളത് ഇവരിലൂടെ അള്ളാഹു പ്രകടമാക്കലാണ്. എന്നാ പിന്നെ അള്ളാന്റെ മുഅ്ജിസത്ത് എന്നാ പറയേണ്ടത്, നബിന്റെ മുഅ്ജിസത്ത് എന്നല്ല. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് അമാനുഷികത കാണിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അമ്പിയാക്കൾ കാണിക്കുന്നുണ്ടെങ്കിൽ, ആ കാണിക്കുന്നവർക്ക് അത് പ്രകടിപ്പിക്കാനുള്ള കഴിവ് അല്ലാഹു തആല കൊടുക്കുമെന്ന് വളരെ വ്യക്തമാണ്, പ്രമാണങ്ങളിലുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ഫതാവയിലും അൽ ഫുർഖാൻ പോലെയുള്ള ഗ്രന്ഥങ്ങളും ഒക്കെ വളരെ വ്യക്തമായി ഈ വിഷയം സവിസ്തരം പറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമല്ല, സഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസും ഉണ്ട് വിശദീകരണം വഴി.